തിരതല്ലുമേതു കടലായി ഞാൻ പിടയും. സദ്യ ഫസ്റ്റ് കേട്ട പാട്ടില്ലേ കേൾക്കാൻ വേണ്ടിയിട്ട് അല്ലേ, നമ്മളെ മനസ്സൊന്ന് മായാതെ കിടക്കുന്നൊരു പാട്ടല്ലേ ഇത്. സദ്യ കാണുമ്പോൾ ഓണത്തിൻ്റെ ഓർമ്മ വരുന്നില്ലേ അല്ലേ? ഓണസദ്യ ഒന്നുമില്ല, സാധാരണ ഒരു സദ്യ. നമ്മളില്ലേ ആദ്യമായിട്ട് ദുബായിൽ വന്നിട്ട് ആദ്യമായിട്ട് ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ ഞാനും അഷു, അന്നു, നൈല, നിഹാൽ ഇത്ര ആൾ പോയിട്ട് ഫുഡ് കഴിക്കുന്നു ഹോട്ടലിൽ നിന്ന്. എന്താ പറഞ്ഞാൽ റെസ്റ്റോറൻറ്റിൽ നിന്ന്, പാനൂർ റെസ്റ്റോറൻറ്റിൽ നിന്ന്. അപ്പോൾ എന്താ പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം പോകാനുണ്ട്. അതിനോട് അജ്മാലിൽ തന്നെ തൊട്ടടുത്ത സ്കൂളിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ മോൾക്ക് ഫ്രണ്ടിൻ്റെ പേർക്ക് പോകാനുണ്ടായിരുന്നു. എന്തോ ഒരു പ്രൊജക്റ്റ് ഒരു ഒന്നിച്ച് ചെയ്യുന്നുണ്ട് അങ്ങനെ. അപ്പോൾ അത് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിയിൽ നല്ല വിശപ്പായിരുന്നു. അപ്പോൾ മക്കളാരും ഉണ്ടായില്ല, രണ്ടാളും ദുബായിലുണ്ടായിരുന്നു പോയിട്ട്. അങ്ങനെ നമ്മൾ തന്നെ വരട്ടെ നല്ല വിശപ്പായിട്ടാകുമ്പോൾ പാനൂർ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡെല്ലാം കഴിച്ചു. ഞാൻ ഈ വീഡിയോയിലില്ലേ പണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിനെ, നമ്മൾ ഇത് ഒരു സ്കിന്ന് നല്ലതാവാനും പിന്നെ നമുക്ക് പ്രായം കുറേ തോന്നിക്കാമല്ല, പ്രായവും എന്തായാലും അങ്ങനെ ഓരോ ഐറ്റംസ് തിന്നു, അത് ഞാൻ ഇതിൽ കാണിക്കാവേ. അങ്ങനെ മോളെ ഫ്രണ്ടിൻ്റെ പുറയിലാക്കിയിട്ട് നമ്മൾ നേരെ അടുത്ത് തന്നെയാണ്, വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ക്യാരി ഫോർ, അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനം വാങ്ങാൻ. അത് കഴിഞ്ഞിട്ട് ഇക്കാൻ്റെ ഒന്നിച്ച് രാത്രിയിൽ മക്കളെല്ലാവരും കൂടിയിട്ട് ദുബായി പോയിന്. അങ്ങനെ നമ്മൾ കുറച്ച് സാധനം വാങ്ങാനുണ്ട്. നാഷണൽ ഡേ അല്ലേ വരുന്നത്, അതിൻ്റെ കുറച്ച് സാധനം. പിന്നെ നാഷണൽ ഡേ എൻ്റെ അന്നാണ് ഞങ്ങളെ വെഡ്ഡിങ് ആനിവേഴ്സറിയും വരുന്നത്, December 2 ആഘോഷിക്കാറൊന്നുമില്ല. പിന്നെ നമ്മൾ ആഘോഷിക്കേണ്ട കാര്യമില്ലല്ലോ, ദുബായ് മൊത്തം ആഘോഷമല്ലേ അന്ന്. അങ്ങനെ കുറച്ച് സാധനമെല്ലാം വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ സാധനമെല്ലാം വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം വാങ്ങുന്നതിൻ്റെ ഇടയിൽ മോനും എത്തി, ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഒന്ന് ദുബായിലാണ് ഡ്യൂട്ടി. അങ്ങനെ ഒന്ന് ചെന്നാൽ തിരിച്ച് പോകാൻ പറഞ്ഞിട്ട് വന്നിട്ടുള്ളതാണ്. നമുക്കെപ്പോൾ തിരക്കില്ലാതെ ബിസി ഇല്ലാതെ നിൽക്കുന്നതെന്നല്ലേ നമ്മൾ വിചാരിക്കും. പക്ഷെ ഓരോ ദിവസം ഓരോ കാരണങ്ങൾ നമുക്കുണ്ടാവും. സൂക്കിൽ നിന്ന് കുറേ ഫാൻസി ഐറ്റംസ് എല്ലാം വാങ്ങിന്. എനിക്ക് ഇങ്ങനത്തെ ഒന്നും വാങ്ങുന്നത് ഇഷ്ടമല്ല, കാരണം വെറുതെ പൈസ കളയുന്നല്ലേ ഇങ്ങനത്തെ എല്ലാം വാങ്ങിയിട്ട് ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട്. പിന്നെ മക്കൾക്ക് അത്യാവശ്യമെങ്കിൽ പിന്നെ വാങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ കുറേ എന്തെല്ലോ വാങ്ങിന് ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയത് സ്പൈസി കഫേയിലാണ് പോയത്. അപ്പോൾ കുറേ ആൾക്കാരുണ്ടെങ്കിൽ ഭയങ്കര രസമാണ് അവിടെ കയറിയിട്ട് ഫുഡ് കഴിക്കാനല്ലോ. ഇത് ഞമ്മ മാത്രമല്ല, ഞമ്മ കുറേ ആൾക്കാരുണ്ട്, മക്കളും ഞമ്മ 6 മക്കളും ഞാനും ഇക്കയും കൂടിച്ചാകുമ്പോൾ കുറേ ആൾക്കാരായല്ലോ അല്ലേ. അങ്ങനെ ഉണ്ടായിന്. പിന്നെ ആ തൊട്ടപ്പുറത്ത് തന്നെ നമ്മളെ ഫാമിലിയിൽ ഉള്ള ഒരു ഫാമിലി ഉണ്ടായിന്. ഞാൻ ഓരോ വീഡിയോ ഒന്നും എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇവിടെ വന്നാൽ അമ്മ എന്തായാലും മന്തിയല്ലേ കഴിക്കും. രാത്രിയിലാകുമ്പോൾ ഹെവി ഫുഡൊന്നും കഴിച്ചുകൂടാൻ എപ്പോഴും പറയും. നമ്മൾ എല്ലാവരോടും ഉപദേശിക്കും, എന്നിട്ട് ഞമ്മനെ കഴിക്കുകയും ചെയ്യും. പിന്നെ അമ്മ അധികം കഴിക്കലില്ലാറ്, ഇങ്ങനെ എപ്പോഴെങ്കിലും ആണ്. ഇതിപ്പോൾ നല്ല വിശപ്പായിക്കാകുമ്പോൾ പിന്നെ മന്തി കഴിക്കാമെന്ന് വിചാരിച്ചു. എടുത്ത മന്തി പിന്നെ ഭയങ്കര സ്പെഷ്യലും അല്ലേ, നല്ല ടേസ്റ്റ് അല്ലേ. അങ്ങനെ മക്കൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എടുത്ത മന്തി കഴിക്കൽ. അങ്ങനെ മന്തിയെല്ലാം കഴിച്ച് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത ഒരു കുനാഫ ഇല്ലേ സ്വീറ്റ്, അപ്പം അതിനും വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് അവിടെ ഇരുന്നിട്ടുള്ളത്. അന്നുവിനെല്ലാം കുനാഫ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഓളെന്നെ ഉണ്ടാക്കും. ഇപ്പോൾ മുമ്പെല്ലാം ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായത്, ഇപ്പോൾ ഓളെന്നെ ഉണ്ടാക്കിയിട്ട് തിന്നും. അതെല്ലാം പഠിച്ചിന് ഇപ്പോൾ വേണ്ടപ്പോൾ ഇങ്ങനത്തെ മാപ്പിളപ്പാട്ടിലല്ലേ ഇക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വണ്ടിയിൽ കയറിയാലും എപ്പോഴും നോക്കിയാലും മാപ്പിളപ്പാട്ടുണ്ടാവും തീരുന്നത് വരെ, എന്താ വണ്ടി നിൽക്കുന്നത് വരെ പാട്ടോട് പാട്ടാണ്. പിന്നെ ഒന്നും പറയണ്ട. അപ്പോൾ ഞാനില്ലേ നാട്ടിൽ നിന്ന് കൊടുക്കുന്ന എണ്ണയാണ്, എണ്ണ നമ്മൾ തേങ്ങ വറുത്തരച്ച കൊണ്ടുവരില്ലേ. അപ്പോൾ ഇത് നമ്മൾ എന്താ പറയുന്ന മാളിയേക്കൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഫുഡിൻ്റെ ഇതില്ല, അവിടെ നിന്ന് വാങ്ങിയിട്ട് കൊണ്ടുവന്നതാണ്. നിസ്കരിക്കാനിരുന്നിട്ട് അതിലൊക്കെ കുറേ ചോദ്യങ്ങളും അങ്ങനെയെല്ലാം ഉണ്ടാവും. നമ്മളോട് ആലോചിക്കാനോടായാലും അതെന്ത് ഇതിങ്ങനെ അങ്ങനെ അതെല്ലാം പറഞ്ഞു കൊടുക്കണം. പിന്നെ രാത്രിയിലില്ലേ എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സ്വീറ്റ്സ് എല്ലാം, അങ്ങനെ കൊടുത്തിട്ട് മക്കൾസ് എല്ലാം തിന്നുന്നുണ്ട്. നമ്മളെല്ലാവരും തിന്നിന് കുറച്ചെല്ലാം. എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ട് കുറച്ച് ന്യൂട്ടെല്ലാം അങ്ങനെയെല്ലാം ഉള്ളതാണ് അത്.
പിന്നെ ഇല്ലേ അമ്മ പിന്നെ അന്ന് ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിന്. നമ്മൾ തന്നെ ഒരു ഫാമിലിയിൽ ഒരാൾക്ക് സുഖമില്ലാതെ രാത്രിയിൽ പോയതാണ്. അപ്പോൾ രാത്രിയിൽ പോയ നമ്മൾ രാവിലെ വരെ ഹോസ്പിറ്റലിലാണ് ഉണ്ടായത്. രാവിലെ എല്ലാം ഫുൾ ഹോസ്പിറ്റലിലായി. അങ്ങനെ എന്താ പറഞ്ഞാൽ വിശപ്പും രാവിലെ ആകുമ്പോൾ ഒരു ചായ കിട്ടിയാൽ മതി അതിനൂന്ന് പറയുന്നതായി. ഉറങ്ങാണ്ട് നിന്നിട്ട് നേരെ വെളുപ്പിച്ചതാണ്. അങ്ങനെ ചായക്ക് വേണ്ടിയിട്ട് അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതിന്. പിന്നെ മേലെ കഫ്റ്റേരിയ ഉണ്ട് എന്നിട്ട് അവിടെ പോയതാണ്. അവിടെ പോയിട്ട് നോക്കാമല്ലോ എന്നിട്ട് ഒരു ചായ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ കയറി. പോയിട്ട് നോക്കുമ്പോഴാണ് മനസ്സിലായത് ചായ ഇല്ല. ചായ അടിച്ചുകൊണ്ട് അങ്ങനെ അമ്മ രണ്ടാളും ചായക്ക് പകരം ഒരു ചോക്ലേറ്റിൽ ഒതുക്കിന് ചായ വേണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ വണ്ടിയിലേക്ക് പോയി. മോന് വണ്ടിയിൽ കിടന്നിട്ട് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഓനെ വിളിച്ചിട്ട് ഒന്ന് മുഖമെല്ലാം കഴിച്ചിട്ട് പോകണമല്ലോ എന്നിട്ട് അതിൽ കാണുന്നതിനേക്കാളും അമ്മ ക്യാമറയിൽ നോക്കുമ്പോൾ ഭംഗി കൂടുതൽ എൻ്റെ കണ്ണിൻ്റെ പ്രശ്നമായിരിക്കും. അല്ലല്ല എൻ്റെ കണ്ണ് ശരിയില്ല ഇപ്പോൾ. അങ്ങനെ പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ചുകൊണ്ട് നമ്മൾ പോകുന്നുണ്ടായിരുന്നു. നല്ല വിശപ്പും ഉണ്ടായിരുന്നു. ചായ കിട്ടാതെ സങ്കടം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ മെഷീനിൽ നിന്ന് കുടിക്കാത്ത എന്തേന്ന് വയ്ക്കുക. മെഷീനിലെ കോഫി എന്ന് പറഞ്ഞാൽ ഭയങ്കര കയ്പും അങ്ങനെയുള്ളത്. നമ്മൾ ഇപ്പോൾ സ്ഥിരം കുടിക്കുന്നൊരു ചായ ഇല്ലേ, അത് ഇല്ല എങ്കിൽ പറ്റില്ലാണ്. അങ്ങനെ നേരെ പോയി. പോകുന്ന വഴിയിൽ ഭയങ്കര തിരക്കായിരുന്നു. രാവിലെ സ്കൂൾ ബസ്സും അങ്ങനെയില്ല. മക്കൾസ് എല്ലാം പോരെ പുറത്ത് സ്കൂളെല്ലാം ഉണ്ടല്ലോ. അങ്ങനെ പോകുന്നുണ്ട്. അതെന്താ പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ചായ കിട്ടണം, എന്തെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞിട്ട് രാത്രി മുതലേ ഉള്ള നിൽപ്പായിരുന്നു. വിശന്നിട്ടും കഴിയുന്നില്ല, നല്ല ഉറക്ക ക്ഷീണം അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മലബാർ തട്ടുകടയിലാണ് കയറി. അജ്മാലിൽ അവിടെ കയറിയിട്ട് നമ്മളേക്കില്ലേ ഹോട്ടൽ തുറന്നത്രയാണ്, റെസ്റ്റോറൻറ്റ് തുറന്നത്ര. അവിടെ കയറിയിട്ട് പിന്നെ നമ്മൾ വെയിറ്റിംഗ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കുക. ആരും വന്നിട്ടേ ഇല്ല, ഫുഡ് കഴിക്കാൻ ആരും എത്തിയിട്ടേ ഇല്ല, സമയമായിട്ടല്ലോ. അങ്ങനെ ഓരോ പെട്ടെന്ന് ഞമ്മക്ക് വേണ്ടിയിട്ട് ഫുഡെല്ലാം തിരക്ക് പിടിച്ച് ചായ ഉണ്ടാക്കി തന്ന്. അത് പറയാതിരിക്കാൻ കഴിയില്ലാരോ നമുക്ക് പെട്ടെന്ന് തന്നെ. കാരണം ഒരു മൊത്തത്തിലുള്ള ചായയല്ലേ രാവിലെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കായിട്ട് സ്പെഷ്യലായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി തന്നിട്ട് നമുക്ക് വിശക്കുമ്പോൾ പിന്നെ എന്താ കിട്ടണ്ടേന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതെല്ലാം തിന്നിട്ട് നമ്മൾ വന്നിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ കറിയെല്ലാം വെക്കാണ്. അപ്പോൾ കറിക്കെല്ലാം ഞാൻ അരച്ചിട്ട് വെച്ച് നമ്മളെ നാടൻ കറിയില്ലേ, കാസർഗോട്ടാര കറി, അതെല്ലാം വെച്ച്. പിന്നെ നല്ല വിശപ്പായിരുന്നു. ഈ കറിക്കിടാനുള്ള മീനൊന്നും നമ്മൾ ഫ്രിഡ്ജിലില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡിന് ഓർഡർ ചെയ്തിട്ട് അതും അങ്ങനെ ഒരു ഹൈദരാബാദി ബിരിയാണിയും പിന്നെ നല്ല ഹരീസില്ലേ അതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ ഹരീസ് ഇവിടുത്തെ സ്പെഷ്യലാണ് അജ്മാലിലെ. നമ്മൾ നോമ്പിനെല്ലാം കൊണ്ടുവരുത്തിക്കലുണ്ട്. അതെല്ലാം കൊണ്ടുവന്നിട്ട് കഴിച്ചിട്ട് എന്നിട്ട് പിന്നെ നമ്മൾ അരച്ചിട്ടെല്ലാം വെച്ച് എന്താ പറഞ്ഞാൽ മീൻ കൊടുത്തിട്ട് ഇടാലോ എന്നുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു നമുക്ക്. ഞാൻ പറഞ്ഞല്ലോ ഇത് കുറേ 2-3 ദിവസത്തെ വീഡിയോ ഞാൻ എടുത്തിട്ട് വെച്ചതാണ്. അങ്ങനെ അതെല്ലാം നമ്മൾ കഴിച്ച് ഹരീസെല്ലാം ഭയങ്കര ടേസ്റ്റായിരുന്നു. നല്ല നെയ്യും പിന്നെ ഒലിവ് ഓയിലെല്ലാം ഒഴിച്ചിട്ടുള്ള നല്ല ഹരീസ് ഭയങ്കര ടേസ്റ്റാണ് എടുത്ത ഹരീസ്. നമ്മൾ നോമ്പിനല്ലേ ഇല്ല ഇത് തിന്നെങ്കിൽ നമുക്ക് വയറ് നിറയും, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊടുന്ന പുളിയാണ്. ഈ പുളി എടുക്കുമ്പോൾ കാണുമ്പോഴില്ലേ എന്താ പറയുന്നത്. ഞാൻ പണ്ട് മദ്രസയിലെല്ലാം പഠിക്കുമ്പോൾ പിള്ളേരെല്ലാം പുളിയെല്ലാം കൊണ്ടുവരും മദ്രസയിൽ. നിങ്ങൾക്ക് അങ്ങനെയുള്ള പരിചയം ഉണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടാം. നമ്മൾ മദ്രസയിൽ അങ്ങനെയാണ്. അപ്പോൾ ഈ മഴയുള്ള സമയത്തല്ലേ മദ്രസയിൽ പോകുമ്പോൾ പുളി, പച്ചമാങ്ങ, കുറേ ആൾക്കാർ പച്ചമാങ്ങ കൊണ്ടുവരും. മുറിച്ചിട്ട് കുറച്ച് ആൾക്കാർ പുളിയിലേക്ക് കുറച്ച് മുളകെല്ലാം ഇങ്ങനെ ഞരടിയിട്ട് ഉപ്പെല്ലാം ഇട്ടിട്ട് അത് കൊണ്ടുവരും. ഞാനൊന്നും കൊണ്ടുവരില്ല. നമ്മളെ പുളി കൊണ്ടാണെന്ന് സമ്മതിക്കുകയില്ല. നമ്മളെ പുരയിൽ മാങ്ങ ഉണ്ടായിട്ട് ആ സമയത്തൊന്നും. ഇത് കാണുമ്പോൾ എനിക്ക് അത് ഓർമ്മ വന്നു. അങ്ങനെ കറിക്കെല്ലാം റെഡിയായി, അരച്ചിട്ടെല്ലാം. ഇനിയൊന്ന് തിളപ്പിച്ച് വെക്കണം. ഇനിയിപ്പോൾ മീൻ മാർക്കറ്റിലാണുള്ളത്. എൻ്റെ മീൻ അത് കൊണ്ടുവന്നിട്ടാണ് നമുക്ക് കറി വെക്കണമെങ്കിൽ. അപ്പോൾ അരച്ച് വെച്ചെങ്കിൽ പിന്നെ നമുക്ക് പണിയില്ലല്ലോ. അപ്പോൾ നമ്മളെ കാസർഗോട്ടാര കറിയില്ലേ, തേങ്ങയും മുളകും 2 തരം മുളകും മല്ലിയും ഇട്ടിട്ടുള്ള മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുള്ള അരച്ചിട്ട് വെക്കും. പിന്നെ പുളി പിഴിയും, ഇല്ലെങ്കിൽ മാങ്ങ ഇടും,
അപ്പോൾ ഞാനിത് പുളിയാണ് ഒഴിച്ചത്. പിന്നെ ഉള്ളിയിടും, കുറച്ച് വെളുത്തുള്ളി ഇടും, പിന്നെ കറിവേപ്പില ഇടും, 2 പച്ചമുളക് ഇടും, ഇല്ല കാന്താരി മുളക് ഉണ്ടെങ്കിൽ അതും ഇടും. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കറിയില്ലേ 2-3 ദിവസം വെച്ചിട്ട് കൂട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ നല്ല ദോശക്കെല്ലാം മുക്കി കഴിക്കാൻ. അതിൽ എൻ്റെ അമ്മ രാത്രിയിലില്ലേ, രാത്രി ദുബായിൽ പോയിട്ട് വരുമ്പോഴത്തേക്കിന് മീൻ വാങ്ങാൻ കയറി. നമ്മൾ ദുബൈയിൽ ഫിഷ് മാർക്കറ്റിലാണ് കയറിയ, വാട്ടർ ഫ്രണ്ട് മാർക്കറ്റില്ലേ ആടെ. ഇവിടെ കയറിയിട്ടായിട്ടില്ലേ, ഇവിടെ ഫസ്റ്റ് തന്നെ കയറുമ്പോൾ തന്നെ അതായത് ഇതെല്ലാം കണ്ടിട്ട് എന്താ പറയണ്ട മക്കൾക്ക്. എന്താ ലൈവ് തന്നെ ഞണ്ട്, പിന്നെ എന്തോ ചൈനക്കാരിലൊരു തിന്നുന്നില്ല, ഒരു ചിപ്പിയിൽ ഉള്ള നമ്മൊന്നും കഴിക്കലില്ല, അതെല്ലാം കണ്ടിന്. പിന്നെ കുറേ എന്താ ഇതെല്ലാം ഉണ്ടായിന്, പ്രോൺസും അതും എന്തെല്ലാം ഉണ്ടായിന്. അങ്ങനെ അതെല്ലാം നോക്കി നമ്മൾ ഇതൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല, നമുക്ക് അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ വന്നാൽ ഇത് നിങ്ങൾക്ക് അറിയുമോയെന്ന് അറിയില്ല, മുരുവില്ല ഓയിസ്റ്റർ, ഇത് പച്ചക്കന്നെ തിന്നും, അത് നല്ലതാണ് നമ്മളെ സ്കിന്നിനും. പിന്നെ വയസ്സൊന്നും കൂടുതലാന്നല്ല, കൂടും, പക്ഷെ വയസ്സറിയില്ല എന്ന് പറയും. എന്തായാലും വയസ്സാതെ നമുക്ക് ഇഷ്ടമല്ലല്ലോ, അപ്പോൾ തിന്നാന്ന് വിചാരിച്ചങ്ങനെ. നോക്കട്ടെ, അത് ഫ്രഷ് ഇടാ നോക്കട്ടെ. അതിന്റെ ഉള്ളിൽ നളിച്ചിനാ എങ്ങനെയുണ്ട് ടേസ്റ്റ്? നല്ലില്ലേ? ഇതില്ലേ നമ്മ ഇതാക്കിയല്ലേ തിന്നുന്ന, ഇതിങ്ങനെ തിന്നണ്ട. ഇല്ല ഇങ്ങനെ നല്ല ഇക്കിട്ട് നീ തിന്നു, നീ തിന്നു. പാനിപ്പൂരി ഞാനല്ലേ നീ തിന്നുണ്ടാവും. ആ ഈറാവൂന്ന് It's no cooking. It's no cooking. എന്തായാലും അശ്വത് നമ്മളെ എൻ്റെ ബാക്ക് ഛർദ്ദിക്കുമോ എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു. അവൾ അങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ അത് കാണില്ല. നല്ല സ്കിന്നല്ല, നല്ല ഒന്ന് സ്കിന്നല്ല നല്ല അതൊന്നും നല്ല ഞങ്ങൾക്കൊന്നും കൂടി ആണോ വേണ വേണ ബേച്ചില്ലേ ഞങ്ങൾ ലേറ്റ് ആണ് വേണ്ട വേണ്ട ഇല്ല ഒന്ന് ചാച്ചോട് നീക്കോ എനിക്ക് വേണം ഫുള്ള് തരാം ഒതുങ്ങിക്കോ കയ്യിലല്ലോ ഉണ്ടാ ഇല്ല നീ ബേസാവും വലുത്. ആ ഓക്കെ ഫിനിഷ്. അങ്ങനെ മുഴുവെല്ലാം തിന്നിട്ട് ഞമ്മതാ മീൻ വാങ്ങാൻ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തെല്ലോ തരം മീനുണ്ടറിയോ. അങ്ങനെ മീനെല്ലാം വരുത്തിയിട്ട് കുറേ മീനെല്ലാം കിട്ടിയത്.
പിന്നെ അവിടെ വരുന്ന വഴിയിൽ തന്നെ എന്താ മുട്ടയില്ലേ, നാടൻ മുട്ട, കടമുട്ട, പിന്നെ ഒട്ടപക്ഷിൻ്റെ മുട്ട എല്ലാം ഉണ്ടായിന്. അതെല്ലാം നോക്കിന്. ഞങ്ങൾ കുറച്ച് നാടൻ മുട്ട മാത്രം വാങ്ങിന്. നല്ല നെയ്യ് അങ്ങനെയെല്ലാം ഉണ്ടായിന്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് അമ്മ പുരക്ക് പോകുന്നുണ്ട്. മീനെല്ലാം വാങ്ങിയിട്ട് ഇനി വേണം പുരയിൽ തിളപ്പിച്ച് വെച്ച കറിയിലേക്ക് കൊണ്ടുപോയിട്ട് മീനിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോകുമ്പോഴത്തേക്കിന് ഇക്കാക്കം മുരുവെല്ലാം വാങ്ങിയിട്ട് കൊണ്ടുപോയിട്ട് പച്ചക്കന്നെ തെറ്റിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ മുമ്പും തിന്നിനെ, ഇപ്പോൾ ഫസ്റ്റ് ടൈം ഒന്നുമല്ല. നമ്മൾ കടയിൽ നിന്ന് എടുത്ത പാടന്നെ തിന്നിന്. നമുക്കിവിടെ ഫുജേറയിൽ പോയെങ്കിൽ അവിടെ കിട്ടുമല്ലോ ലൈവായിട്ട്, അവിടെ നിന്ന് തിന്നിനെ. പിന്നെ ഞണ്ടെല്ലാം കൊണ്ടുവന്നിട്ട് ഇതാ കുറേ മഞ്ഞപ്പൊടി ഇട്ട് ഞാൻ കഴുകും. പിന്നെ മഞ്ഞ കുറേ ഇടും ഞണ്ടിലേക്കെല്ലാം. ഞണ്ട് അപ്പോൾ കറി വെച്ചിട്ടൊന്നുമില്ല, ഞണ്ട് കഴുകിയിട്ടല്ല വെച്ചതാണ്. പിന്നെ പെട്ടെന്ന് തന്നെ കറി ഉണ്ടാക്കി, കാരണം ലേറ്റായിന്. വരുമ്പോഴത്തേക്കിന് കൽത്തപ്പും ദോശയെല്ലാം കൊണ്ടുവന്നത്, ഞാൻ ഉണ്ടാക്കിയതൊന്നുമല്ല, കുറേ ലേറ്റായിപ്പോയിന്. അങ്ങനെ മോന് മാങ്ങയിട്ട കറി വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പച്ചമാങ്ങ അവിടെ നിന്ന് കിട്ടി, അതെല്ലാം ഇട്ടിട്ട് കറി വെച്ചിട്ടായിട്ട് അതും കൂട്ടി കഴിഞ്ഞിട്ടായിട്ട് രാത്രിയിൽ പിന്നെയും അജ്മാലിൽ പോയിട്ട് മോക്ക് ഡ്രസ്സ് വാങ്ങിന് നാഷണൽ ഡേൻ്റെ അവിടെ ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതെല്ലാം വാങ്ങിയിട്ട് പോയിന്. കാരണം എന്താ പറഞ്ഞാലേ, പിള്ളേർക്കില്ലേ എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടെങ്കിൽ അത് വാങ്ങിയെങ്കിലും അത് എത്തുന്നില്ല. ഇപ്പോൾ പെരുന്നാളിനെല്ലാം ആന്നില്ലേ, അതുപോലെ തന്നെ അങ്ങനെയെല്ലാം വാങ്ങിയിട്ട് രാത്രി തിരിച്ച് വരുമ്പോഴത്തേക്കിന് ഇതാ പിന്നെയും പാനൂരിൻ്റെ അവിടെ പുറത്ത് റെസ്റ്റോറൻറ്റ് പുറത്ത് നിർത്തിയിട്ട് ഇതെല്ലാം വാങ്ങിയത്. പിന്നെ രാവിലെ മക്കളെ സ്കൂൾക്കാക്കാനുള്ള തിരക്കായിന്. ഇതെല്ലാം ഡ്രസ്സാക്കുന്നുണ്ട്. നമ്മൾ വാങ്ങിയ സാധനമെല്ലാം ഇല്ലേ, നാഷണൽ ഡേൻ്റെ സ്കൂളിൽ പ്രോഗ്രാം കുറച്ച് ദിവസം മുമ്പേ ആക്കുമല്ലോ സ്കൂളിൽ. ആ ദിവസം ലീവല്ല സ്കൂള്, അതുകൊണ്ട് അങ്ങനെ മക്കൾസിനെല്ലാം ഒരുക്കുന്നുണ്ട് രാവിലെ തന്നെ. ഓരോ മേക്കപ്പും അങ്ങനെയല്ല, മേക്കപ്പ് ആക്കിയിട്ടെല്ലാം പോകണം, അല്ല അറബിക് ഡാൻസും അങ്ങനെയെല്ലാം ഉണ്ടായിന്. അങ്ങനെ പുതിയ വിശേഷങ്ങളല്ലായിട്ട് നെക്സ്റ്റ് നിന്റെ ചന്തം നോക്കി നിന്നൊരു ചന്ദ്രനും